മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. ഉരുൾപൊട്ടലിൽ വൻ നാശനഷ്ടം നേരിട്ട ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ജോസ്ഗിരി, രാജഗിരി, കട്ടപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളുടെ അവസ്ഥ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ശനിയാഴ്ച രാവിലെ ജോസ്ഗിരിയിലെത്തി ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിലെ നാശനഷ്ടങ്ങൾ നേരിൽ കണ്ടതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് തയ്യാറാക്കാൻ പഞ്ചായത്ത്, കൃഷി, വില്ലേജ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് ലഭിച്ച എല്ലാ അപേക്ഷകളും അതാത് വകുപ്പിലേക്ക് കൈമാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയോടും റവന്യൂ വകുപ്പ് മന്ത്രിയുമായും ഇക്കാര്യം പ്രത്യേകം സംസാരിക്കും. റോഡുകളുടെ തകർച്ച പൊതുമരാമത്ത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. നടപടികൾ വേഗത്തിലാക്കാൻ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇവിടുത്തെ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കും. അതിനായിട്ട് പഞ്ചായത്തും അതുപോലെ കൃഷി വകുപ്പും അതുപോലെ തന്നെ വില്ലേജും ചേർന്ന് റിപ്പോർട്ട് നൽകണം. ആ റിപ്പോർട്ട് നൽകുന്ന കാര്യം വേഗത്തിലാക്കാൻ വേണ്ടി ഞാനിപ്പോൾ തഹസിൽദാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് ഗവൺമെൻറ് അതിനെ സംബന്ധിച്ചുള്ള സഹായ പരിപാടികൾ ആവിഷ്കരിക്കും, നടപ്പിലാക്കും. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, വീട് നഷ്ടപ്പെട്ടവർക്ക്, സ്ഥലം നഷ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കുന്ന സഹായ പദ്ധതിയെക്കുറിച്ച് ഗവൺമെൻറ് തന്നെ തീരുമാനിച്ചിട്ടുള്ളത് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കളക്ടറോടും റവന്യൂ അധികാരികളോട് ആവശ്യപ്പെടുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അതിനാവശ്യമായിട്ടുള്ള നേതൃത്വം കൊടുക്കും. റോഡിൻ്റെ നാശനഷ്ടം പരിഹരിക്കാൻ മരാമത്ത് വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടും. MLA മാതാരും MLA ഉൾപ്പെടെ വരുമ്പോൾ ചെറുപുഴയിലെ നാശനഷ്ടങ്ങളുടെ വലിയ ഗൗരവ സ്വഭാവം ഞാൻ ഗവൺമെൻറ്റിനാണ്. ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ട കുടുംബങ്ങളിലെ ആളുകളെ നേരിൽ കണ്ട് മന്ത്രി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനയ്ക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, പഞ്ചായത്ത് അംഗം ഷൈമ തച്ചുകുന്നേൽ, റോഷി ജോസ്, അനീഷ് ആന്റണി തുടങ്ങിയവരും പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ജനപ്രതിനിധികളും നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.